മാതാവിനും ഒരായിരം നന്ദി. എൻ്റെ പേര് ജുവൽ. ഞാൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത്. അപ്പോൾ എൻ്റെ മമ്മിക്ക് കൃപാസനത്തിലെ ഒരു പത്രം കിട്ടി. ആ പത്രം വഴിയാണ് ഞങ്ങളിവിടെ എത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായിരുന്നു. അപ്പം എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മെയിനായിട്ടുള്ള പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ കുഞ്ഞിന് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു വീട്ടിൽ പോയി. അത് കഴിഞ്ഞപ്പം ഞാൻ ഫേസ്ബുക്കിൽ കൃപാസനത്തിലെ ധ്യാനം ഇങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിൽ 5 എന്നുള്ളൊരു സംഖ്യ മാതാവ് കാണിച്ചു തന്നു. അത് എന്തായിരുന്നെന്ന് അപ്പം എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഉടമ്പടിയിലൂടെ അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടിയിൽ വെക്കാതിരുന്നൊരു കാര്യമായിരുന്നു ഒരു ജോലി. ആ ജോലി എനിക്ക് കിട്ടി. അങ്ങനെ കുഞ്ഞിൻ്റെ കാര്യം ഒരു സൈഡിൽ കൂടി പോയി, ട്രീറ്റ്മെൻറ്റും അങ്ങനെ പോയി, ജോലിയിൽ പ്രവേശിച്ചു. അത് കഴിഞ്ഞ് 2020 കൊറോണ വന്നു. കൊറോണ വന്നപ്പോഴത്തേനും ഇവിടെ വരാനൊന്നും പറ്റാതെയായി. അങ്ങനെ ജൂലൈ മാസം 13-ാം തീയതി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്ക് 2 മാസം ആയിരുന്നു. പക്ഷേ എനിക്ക് PCOD ഉള്ളതുകൊണ്ട് അറിയത്തില്ലായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്നെന്ന്. അങ്ങനെ ഞാൻ ജോലി വിട്ടു. കുറേ വർഷത്തിന് ശേഷം ഉണ്ടായ കുഞ്ഞായതുകൊണ്ട് ജോലി വിട്ടു, റെസ്റ്റ് എടുത്തു. അങ്ങനെ നവംബർ 9-ാം തീയതി ആയപ്പോൾ എനിക്ക് 6 മാസം ഉള്ളപ്പോൾ എനിക്ക് പെട്ടെന്ന് പെയിൻ വന്നു. ആദ്യം അത് ഡെലിവറി പെയിൻ ആയിരുന്നു എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പം 24 ആഴ്ച ആയിട്ടുള്ളായിരുന്നു. അന്ന് രാവിലെ 8:16 ആയപ്പോൾ എൻ്റെ ഡെലിവറി നടന്നു. പ്രീ ടൈം ഡെലിവറി ആയിരുന്നു. ആ കുഞ്ഞ് 15 ദിവസമേ ഉള്ളായിരുന്നു, പെൺകുഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാനസികമായിട്ട് ഒത്തിരി തളർന്നു കഴിഞ്ഞ് ഞാൻ പിന്നെ മാതാവിലേക്ക് കൂടുതലായിട്ട് അടുത്തു. മാതാവിൻ്റെ കൊന്ത ചൊല്ലുകയും ബൈബിൾ വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുകയും ചെയ്തു. സങ്കീർത്തനം 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനം എന്ന് പറയുന്ന വചനം ഞാൻ കുറേ തവണ എഴുതി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ വർഷം തന്നെ എനിക്ക് കുഞ്ഞിനെ തരണം എന്ന് പറഞ്ഞ് ഞാൻ ഡിസംബർ 25 എന്നൊരു ഡേറ്റ് ഇട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ കൂടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2021 ഡിസംബർ 21-ാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു IUI ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത IUI അങ്ങനെയുള്ളതൊന്നും ഞാൻ ചെയ്യില്ല. അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഡേറ്റിന് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 25-നാണ് ഡേറ്റ് ഇട്ടത്. ഡിസംബർ 21 ആയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടമ്പടിയിലില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് മാതാവിൻ്റെ കാശുരൂപം മമ്മി കയ്യിൽ കെട്ടി തന്നുകൊണ്ട് മാതാവിനോട് പിന്നെയും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും ഈ സാക്ഷ്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർക്കും എനിക്കറിയാവുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഫുള്ള് ബ്ലഡ് റെസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മെയ് മാസം ആയപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് മാതാവിനെ എടുക്കാനായിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയത്. അപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഇതെനിക്ക് മാതാവും ഈശോയും തരുന്ന കുഞ്ഞാണെന്ന്. അങ്ങനെ എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത് ആഗസ്റ്റ് 27-ാം തീയതിയാണ്, 2022 ആഗസ്റ്റ് 27-ാം തീയതി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ആഗസ്റ്റ് 15 അങ്ങയുടെ സ്വർഗാരോഹണ തിരുനാളാണ്, അതുവരെ എൻ്റെ കുഞ്ഞിനെ കാത്തോണം, ഇനി എനിക്കൊരു പ്രീ ടൈം ഡെലിവറി ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആഗസ്റ്റ് 13-ാം തീയതി എൻ്റെ ഡെലിവറി നടന്നു. അപ്പോൾ എനിക്ക് 37 വീക്ക് കംപ്ലീറ്റ് ആയിരുന്നു. അങ്ങനെ ആഗസ്റ്റ് 15 ഞാൻ മാതാവിനോട് പറഞ്ഞത്, ആഗസ്റ്റ് 15-ാം തീയതി എൻ്റെ കുഞ്ഞുമായിട്ട് എനിക്ക് വീട്ടിൽ വരാൻ പറ്റി. ഒരു ആൺകുഞ്ഞാണ്, കുഞ്ഞിൻ്റെ പേര് നദാനിയൽ. പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയാണ് മാതാവ് എനിക്ക് തന്നത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇതുകൂടാതെ എൻ്റെ ചേട്ടൻ ഇറ്റലിയിൽ ആയിരുന്നു ജോലി. ആ സമയത്ത് എൻ്റെ കല്യാണ സമയത്ത് അവൻ വന്നിട്ട് തിരിച്ചവന് പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവന് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചിരുന്നു. അതുകൂടാതെ ബ്രദറും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ മാസം എൻ്റെ ബ്രദറിന് ഇറ്റലിയിൽ പോകാൻ പറ്റി. ഇതുകൂടാതെ നിരവധിയായ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.